ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ടോം ആൻഡ് നോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മൗണ്ടി തേഴ്സ്ഡേ ആശംസകൾ പറയണം. എല്ലാവരും പെസഹായൊക്കെ മുറിച്ചെന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വാഗമണ്ണിലുള്ള ഒരു റിസോർട്ടിനെ കുറിച്ചാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ താമസിക്കാൻ പറ്റിയൊരു വാഗമണ്ണിലെ റിസോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. വാഗമണ്ണിലെ ഈ റിസോർട്ടിൻ്റെ പേര് ഹെയിൽ വാഗമണ്ണാണ് കേട്ടോ. അത് ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ റിസോർട്ട്. ഹെയിൽ വാഗമണ്ണാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പക്ഷേ പാർക്കിംഗ് സ്പേസിൽ ശരിക്കും അവർ നല്ല ഭംഗിയിൽ ടൈലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒരു ഇതുള്ളൂ കേട്ടോ. അത് ഇവർ 3 മാസമായിട്ടുള്ളൂ ഈ റിസോർട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിനുക്കുപണികളൊക്കെ ബാക്കിയുണ്ട് ശരിക്കും. അപ്പോൾ വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ്. ഞങ്ങളൊന്ന് പോയ സമയത്ത് അവിടെ ശരിക്കും ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2 റൂമിലേക്കുള്ള ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിങ്ങളുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇരിക്കാനായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബെഞ്ചറിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആടാനായിട്ട് ഊഞ്ഞാലുണ്ട് കേട്ടോ. കുട്ടികൾക്കല്ല, വലിയവർക്കും അതിലിരുന്ന് ആടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു സ്ലോപ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഭയങ്കര കളിയായിരുന്നു ഇവിടെ കിടന്നിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോയത് വേനൽക്കാലത്തായ കാരണം അങ്ങനെ ഈ സമയത്തൊന്നും വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ചൂടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാനും പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിസോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മൊത്തം 6 റൂംസാണ് ഈ റിസോർട്ടിലുള്ളത്. അതിൽ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് 2 നിലയായിട്ടേ തോന്നുള്ളൂ. താഴെ മുകളിലായിട്ട് 2 റൂമുകൾ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ പിന്നെയും 2 റൂം, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സെറ്റിങ്സ് വന്നിരിക്കുന്നത്. നമുക്കൊരു പ്രത്യേക ഷേപ്പിലുള്ള അറ്റ്മോസ്ഫിയർ ആ ഒരു വീടാണ്, ഒരു സ്റ്റേ ആണ് ഇവിടെ ഉള്ളത്. അതിനിപ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ 2 റൂമുകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ തന്നെ 2 റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രൈസ് വരുന്നത് 4000, 5000, 6000 അങ്ങനെ രീതിയിലാണ് നമുക്ക് പ്രൈസ് വരുന്നത് റൂമിന്. അപ്പോൾ അപ്പുറത്ത് ഞങ്ങളെടുത്ത റൂമിന് 4000 രൂപയായിരുന്നു കേട്ടോ ഒരു ദിവസത്തെ റെൻറ്റ്. അതുപോലെ തന്നെ പിന്നെ താഴെയുള്ളത് 5000, പിന്നെ അതിൻ്റെ മുകളിലുള്ളത് 6000, അങ്ങനത്തെ രീതി അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ, പ്രൈസ് വരുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ 6 റൂംസും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വേറെ ആരും ഇല്ലാതെ പ്രൈവസി വേണമെന്നുള്ളവർക്ക് അങ്ങനെ മൊത്തത്തിലൊരു പാക്കേജ് ആയിട്ട് എടുക്കാനും സാധിക്കും കേട്ടോ. അതിനും പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഓടിക്കളിയായിരുന്നു, അവിടെ കിടന്നിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് മാറി വന്നപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ പതിപ്പിച്ച് കല്ലൊക്കെ പതിപ്പിച്ച് നടക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിലായിട്ട് അവർ വീണ്ടും ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടൊരു ബെഞ്ചും ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പക്ഷേ കുറേയൊക്കെ എല്ലാവരും ഇരുന്നിരുന്നിരുന്ന് അവിടെയൊക്കെ കുറച്ച് ആഴമായിട്ടുണ്ടായിരുന്നു. മണ്ണൊക്കെ അവിടുത്തെ പുല്ലൊക്കെ പോയി. പിന്നെ ഇത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഏലത്തോട്ടമുണ്ട്. ഏലത്തോട്ടവും കാപ്പിത്തോട്ടമാണ് കേട്ടോ. അത് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങനെ അധികം ഉള്ളിലോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അതുപോലെ തന്നെ പ്ലാവ് സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കുറുമ്പൻ ചക്കന്തേ കടന്ന് ഊഞ്ഞാലിടണം. ഇതിന് വിശേഷങ്ങൾ ബാക്കി ഭാഗം അടുത്ത പാട്ടിലിടാം കേട്ടോ. കാരണം അത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നെക്സ്റ്റ് പാട്ടിൽ കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.